1889 നവംബർ 14 അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ സ്വരൂപ് റാണിയുടെയും മകനായാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹതി സിംഗ് എന്നിവരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങൾ. ഭാര്യ കമല നെഹ്റു. അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മകളാണ് ഇന്ദിര പ്രിയദർശിനി. ബാല്യകാലത്ത് അധ്യാപകർ അദ്ദേഹത്തെ വീട്ടിലെത്തി പഠിപ്പിക്കുമായിരുന്നു. തുടർ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഹാരോ പബ്ലിക് സ്കൂളിൽ പഠിച്ച ശേഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ചേർന്നു നാച്ചുറൽ സയൻസ് പഠിച്ചു. പിന്നീട് ഇന്നർ ടെമ്പിളിൽ നിയമപഠനം പൂർത്തിയാക്കി പ്രാക്ടീസ് ആരംഭിച്ചു. 1912 ഇന്ത്യയിൽ തിരിച്ചെത്തി. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. 1916 മഹാത്മാഗാന്ധിയെ ആദ്യമായി കണ്ടു. ആ കൂടിക്കാഴ്ച പണ്ഡിറ്റ് നെഹ്റുവിന് പ്രചോദനമേകി. 1929 ലാഹോർ സമ്മേളനത്തിൽ വച്ചാണ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 മരിക്കുന്നതുവരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി എന്ന ബഹുമതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ അവർ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യൻ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയെ കണ്ടെത്തൽ, ലോക ചരിത്രാവലോകനം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് നെഹ്റുവാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചതും അദ്ദേഹമാണ്. 1955 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ശാന്തിവനം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു.